ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ആക്റ്റീവയാണ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ വണ്ടി ഓടിയേക്കണ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 65,119 കിലോമീറ്റർ, അതായത് 65,119 ഇപ്പോൾ നിലയിൽ ഓടിയേക്കണേ. നമുക്ക് ജോബ് കാർഡിൽ പറഞ്ഞേക്കണ കംപ്ലയിൻറ്റ്സ് ജനറൽ സർവീസ്, എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് ആവശ്യമെങ്കിൽ മാറ്റാം, ഫ്രണ്ട് വെട്ടൽ ചെക്ക്, വണ്ടി വെട്ടണുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കാം, ഓൾറൗണ്ട് കാർഡ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് റെഡിയാക്കാം. ഇത്രയാണ് പറഞ്ഞേക്കണ വർക്ക്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി, വെട്ടൽ വണ്ടിക്ക് കാണിക്കുന്നുണ്ട്. അത് ടയറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്നേക്കണ മിസ്റ്റേക്കാണ്. അത് പരമാവധി നമുക്ക് ആ ടയർ ഉപയോഗിക്കുക, അതിന് ശേഷം മാറ്റണ സമയത്താണ് അത് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ ഓൾറൗണ്ട് കാർഡ് ബാക്ക് സൈഡിൽ നിന്ന് പൊട്ടിപ്പോയേക്കാണ്, അത് നമുക്ക് ക്ലിപ്പ് എന്തെങ്കിലും ഇട്ട് കൊടുത്ത് പിടിപ്പിക്കാം. വേറെ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി സർവീസിന് കയറ്റിയിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ തുടങ്ങി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ജനറൽ സർവീസാണ് പറഞ്ഞേക്കണേ. അപ്പോൾ അത് നമ്മൾ എല്ലാ ഭാഗങ്ങളും ക്ലിയറായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. കംപ്ലയിൻസ് ഉള്ള ഭാഗങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ട്. മാറ്റേണ്ട പാർട്സുകളുണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പറയണം കേട്ടോ. നിലവിലെ ബാക്ക് ലൈൻഡറൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഇതിപ്പോൾ കിടക്കുന്നത് കമ്പനി ലൈൻഡറാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെയാണ്. അത്യാവശ്യം നല്ല ലൈൻഡറാണ്, അപ്പോൾ ഉപയോഗിക്കാനും ഉണ്ട്. അപ്പോൾ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ബാക്ക് വീല് പിടിപ്പിക്കുന്നത് ഈ ഒരു ഷാഫ്റ്റുമെയാണ്. അതിൻ്റെ ബെയറിങ്ങിൻ്റെ പ്ലേ ഒക്കെ നമ്മൾ ചെക്ക് ചെയ്ത്, വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. അതേപോലെ തന്നെ ബാക്ക് ടയറിൻ്റെ കണ്ടീഷൻ നോക്കി, ടയർ കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. അതേപോലെ ഹബിൻ്റെ ഭാഗത്തും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ അത് ഈ ടയർ ഇടുമ്പോൾ മാറ്റണ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസെന്ന് വെച്ചാൽ, ഒരു കാരണവശാലും ഇതേപോലത്തെ ടയറൊന്നും എടുക്കാതിരിക്കുക. നമുക്കത് ആ ഫ്രണ്ടിൽ കിടക്കണ മോഡൽ, കിടക്കണ മോഡൽ ടയർ എന്ന് പറയുമ്പോൾ അതാണ് ശരിക്കും നമുക്ക് വണ്ടിക്ക് ആപ്റ്റായിട്ടുള്ള മോഡൽ. അതേപോലത്തെ ടയർ തന്നെയാണ് നമുക്ക് വേണ്ടത്. നമുക്ക് ഈ മോഡൽ 5G വരെയുള്ള വണ്ടികളുടെ പ്രത്യേകത വെച്ചാൽ ഫ്രണ്ടും ബാക്കും ഒരേ സൈസ് ടയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് റൊട്ടേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ടിൽ കിടക്കണ മോഡൽ ടയർ വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ടയർ ഇടുമ്പോൾ തന്നെ ഓൾറെഡി വെട്ടൽ കാണിക്കും. അത് ആ മോഡൽ പാറ്റേൺ അങ്ങനത്തെയാണ്. TVSൻ്റെ മോഡലായിരിക്കുമല്ലോ, ഡ്രാഗൺ എന്ന് പറഞ്ഞിട്ട് ആ മോഡലാണ് ശരിക്കും അതിനകത്ത് വരാം. അപ്പോൾ അത് ഉപയോഗിക്കുന്ന ഒട്ടുമിക്കവരും കംപ്ലയിൻ്റ് പറയണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇങ്ങനെ എടുത്തു പറയേണ്ട കേസ്. പിന്നീട് മാറ്റണ സമയത്ത് അതേപോലത്തെ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളതിൻ്റെ ബാക്ക് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുള്ള ഓയിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് ലെവൽ കാണുന്നില്ല. അപ്പോൾ ഗിയർ ഓയിൽ നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. നിലവിൽ കമ്പനി ഫിൽറ്ററാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്റർ അടക്കണം, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ തുടച്ച് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ, ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ട്. ക്ലച്ച് ചെക്കപ്പ്, ക്ലച്ച് ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയക്കണം. അത് ഓൾറെഡി നമുക്ക് ജനറലായിട്ടുള്ള സർവീസിൽ റെഗുലർ സർവീസിൻ്റെമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് അയച്ചാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പുണ്ട്, ഈ ബാക്ക് ക്ലച്ച് പുള്ളിയുടെ ഭാഗത്തൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഔട്ടറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. ഡോർ റസ്റ്റൊക്കെ പോളിഷ് ചെയ്തിട്ടാണ് ജസ്റ്റ് ക്ലീൻ ചെയ്തിടാം. വേരിയേറ്റർ ബോഡി, ബോസ് ടൈപ്പ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി. നമുക്ക് നിലവിൽ വേറെ പറയത്ത കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പ്ലേ ഉണ്ട്, നമുക്ക് ഉപയോഗിക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ നമ്മളതിൻ്റെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി. ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് കമ്പനി ബെൽറ്റാണ്, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ്, പുതിയ ബെൽറ്റാണ്. അപ്പോൾ ക്ലച്ചിൽ പറയത്തക്ക കംപ്ലയിൻസ് ഒന്നുമില്ല. നമുക്ക് ആ ക്ലച്ചൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യുക, റീസെറ്റ് ആക്കുക, അതാണ് നിലവിലുള്ളത്. പിന്നെ നമ്മൾ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു, വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്ററിൻ്റെ കേബിൾ, രണ്ട് കേബിളുകളും നോക്കി. ആക്സിലേറ്റർ കേബിൾ ചെറിയ ടൈറ്റ് തുടങ്ങിയിട്ടുണ്ട്. ആക്സിലേറ്റർ കേബിൾ നമുക്കൊന്നും മാറ്റിയിടണമല്ല, കാരണം അതിൻ്റെയാണ് വണ്ടി ആ ഒരു റേസിങ് നിൽക്കണതിൻ്റെ കറക്റ്റായിട്ടുള്ള റേസിങ് അല്ല കാണിക്കണം, അതിൻ്റെയാണ് ആ പ്രശ്നം കാണിക്കുന്നത്. ആക്സിലേറ്റർ കേബിൾ ജസ്റ്റ് ഒന്ന് മാറ്റിയിടാം. ചോക്ക് കേബിൾ നമുക്ക് അത് തന്നെ മതി. കാർബറേറ്ററുമായി പ്രത്യേകിച്ച് കംപ്ലയിൻ്റ് ഇല്ല, കാരണം നമുക്ക് ജനറൽ സർവീസിൽ കാർബറേറ്റർ ക്ലീനിങ് വരുന്നില്ല. നമുക്ക് ഇപ്പോഴത്തെ ഒരു കണ്ടീഷനിൽ, ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറഞ്ഞാൽ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള E20 എന്ന് പറയുന്ന പെട്രോൾ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാം. അത് ഉപയോഗിക്കുമ്പോൾ കോമൺ ആയിട്ടുള്ള വണ്ടികളുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റാണ് മെയിനായിട്ട് വരാം. അപ്പോൾ നമ്മളുടെ വണ്ടിക്ക് ഇതുവരെ പ്രശ്നങ്ങളില്ല, എപ്പോൾ വേണമെങ്കിലും കാണിക്കാം. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ വേറെ കംപ്ലയിൻ്റ് ഇല്ല. അപ്പോൾ കാർബറേറ്റർ തൽക്കാലം അഴിക്കാതിരിക്കണം നല്ലത്. അപ്പോൾ കാർബറേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ പോലും ചുരുങ്ങിയത് ഒരു 500-550 നമുക്ക് ചിലവുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഓവർഫ്ലോ വരാനുള്ളൊരു സാധ്യത നമുക്കൊരു 80% വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊരു കംപ്ലയിൻറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് കാർബറേറ്റർ അഴിക്കാനേ നിൽക്കരുത്. എന്തെങ്കിലും കംപ്ലയിൻറ്റ്, ഓവർഫ്ലോ, മിസ്സിങ്ങോ, റണ്ണിങ്ങിലോ ഓഫായി പോകുന്ന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും വന്ന സമയത്ത് പിന്നെ നമുക്ക് കാർബറേറ്റർ അഴിക്കാതെ മാർഗ്ഗമില്ല. ആ സമയത്ത് അഴിക്കണമായിരിക്കും കുറേ കൂടി ബെറ്റർ. ഇപ്പോൾ നമുക്ക് ആ കേബിൾ മാത്രം ഒന്ന് മാറ്റിയിട്ട് റീസെറ്റ് ആക്കാം. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ബുഷുകളൊക്കെ നമ്മളൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നിലവിൽ ബുഷുകൾക്കൊന്നും വേറെ കംപ്ലയിൻ്റ് ഇല്ല, ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈൻഡറായാലും നമ്മൾ നോക്കുമ്പോൾ അത്യാവശ്യം ഉപയോഗിക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ബ്രേക്ക് നമുക്കൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ റീസെറ്റ് ചെയ്യാം. ഫ്രണ്ടിലത്തെ ഈ ടയറിൻ്റെ അലൈൻമെൻറ്റിൽ ചെറിയൊരു വേരിയേഷൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫ്രണ്ട് വെട്ടൽ കാണിക്കുന്നത്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ടയർ മാറ്റിയിട്ടാലാണ് പുതിയ ടയർ ഇട്ടാൽ മാത്രമാണ് നമുക്ക് ആ വെട്ടൽ മാറുള്ളൂ. പക്ഷേ ഈ ടയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടയർ അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗിക്കാനുണ്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് ഉപയോഗിക്കുക. ഒന്നോലെ ഇപ്പോൾ മാറ്റി പുതിയതാണെങ്കിൽ കംപ്ലയിൻറ്റ് മാറും. അതല്ലെങ്കിൽ പരമാവധി ഉപയോഗിച്ചിട്ട് ബാക്കിലത്തെ ടയർ പെട്ടെന്ന് തീരും നമ്മുടെ. ആ തീരണ സമയത്ത്
നമ്മുടെ ഈ വീൽ ഡിസ്കിൻ്റെ 4 നട്ട് അഴിച്ച് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ബാക്കിലേക്ക് ഇടാം. അതേപോലെ ആ ഡിസ്ക് അഴിച്ച് കഴിഞ്ഞാൽ അതുമ്മ പുതിയ ടയർ ഇട്ടിട്ട് ആ ടയർ അങ്ങനെ ഫ്രണ്ടിലേക്ക് ഇടാം. അപ്പോൾ ശരിക്കും ആ കംപ്ലയിൻ്റ് ആണ് മാറുക. അത് ടയർ റൊട്ടേഷൻ ചെയ്തിടാമെന്ന് പറയും. അങ്ങനെ ചെയ്തിടാണെങ്കിൽ ആ കംപ്ലയിൻ്റ് അവിടെ മാറിപ്പോക്കുള്ളൂ കേട്ടോ. അതാണ് ശരിക്കും അതിൻ്റെ ഒരു സൊല്യൂഷനുള്ളൂ. അലൈൻമെൻറ്റ് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ ലിങ്ക് മോഡ് സസ്പെൻഷൻ ഉള്ള വണ്ടിക്കാണ് ഈ പ്രശ്നം ഏറ്റവും കൂടുതലായിട്ട് വരാം. ടെലിസ്കോപ്പിക്കിന് അത്രയും പ്രശ്നം കാണുന്നില്ല. പിന്നെ ബാറ്ററി നമ്മൾ നോക്കുന്ന സമയത്ത് 2024 മോഡൽ ബാറ്ററിയാണ് വണ്ടിയും ഇരിക്കണേ. ആമറോണിൻ്റെ ബാറ്ററിയാണ്. ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കി. വോൾട്ട് നോക്കുന്ന സമയത്ത് 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. 13.10 അതാണ് അതിൻ്റെ റേഷ്യോ തന്നെ. ലോഡ് കൊടുക്കുമ്പോൾ 9.5 വോൾട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊന്ന് വീക്കായി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ വേറെ നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് മാറ്റേണ്ട ഒരു സ്റ്റേജോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. പിന്നെ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് കൂടി നമുക്കൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതാണ്. പക്ഷേ പ്ലഗ് നല്ല ടൈറ്റായിട്ടിരിക്കുക, ഫുൾ ടൈറ്റാണ് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ഒരുപാട് ബലം പിടിച്ച് അഴിക്കാൻ നിന്നാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പോവും. അപ്പോൾ പരമാവധി അങ്ങനെ തന്നെ ഓടട്ടെ. ഇനി എന്തെങ്കിലും ഒരു കംപ്ലയിൻറ്റ് സ്റ്റാർട്ടിങ് സംബന്ധമായിട്ടൊരു കംപ്ലയിൻറ്റ് വന്ന സമയത്ത് നമുക്കത് അഴിക്കാം. അപ്പോൾ പൊട്ടിയാൽ പോലും നമുക്ക് ഏതായാലും അഴിക്കാണ്ട് മാർഗ്ഗമില്ല. അപ്പോൾ നമ്മളത് അഴിച്ച് അങ്ങനെ ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഞ്ചിൻ്റെ ഭാഗം ഇറക്കിയിട്ട് ലേത്തി കൊടുത്തിട്ടൊക്കെ വേണം റെഡിയാക്കാൻ. അപ്പോൾ പരമാവധി ഓടിക്കുക. അതിന് ശേഷത്തിൽ കംപ്ലയിൻറ്റ് വരുമ്പോൾ നമുക്കത് അറ്റൻഡ് ചെയ്യാം. പിന്നെ എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, നല്ല ഓയിലാണ്. നിസ്സാര പൊടിക്ക് ലെവൽ കുറവുണ്ടെന്ന് ഒഴിച്ചാൽ വേറെ കംപ്ലയിൻ്റ് എന്ന് പറയാവുന്ന സ്റ്റേജൊന്നും ആയിട്ടില്ല. അപ്പോൾ അതൊന്ന് ടോപ്പപ്പ് ചെയ്ത് ഉപയോഗിക്കാം. ലെവൽ കുറവുള്ളത് ഒന്ന് ടോപ്പപ്പ് ചെയ്യുക. അതായത് ലെവൽ കുറവുള്ളത് ഒഴിച്ച് കറക്റ്റ് ലെവലിലേക്ക് ആക്കാം. അത്രയും നമുക്ക് ചെയ്യാം കേട്ടോ. ആ രീതിയിലുള്ള വർക്കാണ് നമ്മളിപ്പോൾ ചെയ്യണം. അപ്പോൾ ഞാനൊരു ഏകദേശം നമുക്ക് എത്ര ചിലവ് വരും എന്നൊരു എസ്റ്റിമേറ്റ് ആക്കാം. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലിടാം. നമുക്ക് ജനറൽ സർവീസിന് പുറമെ വരുന്ന ആക്സിലേറ്റർ കേബിൾ മാറ്റാമെന്നുള്ള വർക്കാണ് തന്നെ അതിനകത്ത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലിടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.